പല സുഹൃത്തുക്കളെ, ഇന്ന് നമ്മൾ ചർച്ച ചെയ്യാൻ പോകുന്ന വിഷയം ആക്ഷൻ ഹീറോ ജയൻ ചേട്ടൻ്റെ വിഗിനെക്കുറിച്ച്. ജയൻ ചേട്ടൻ്റെ പലതരം വിഗുണ്ട്. ആദ്യകാലത്ത് ജയൻ ചേട്ടൻ ഒറിജിനൽ ഹെയർ സ്റ്റൈലിൽ അഭിനയിച്ച പടങ്ങളുമുണ്ട്. അതിലൊന്നാണ് ശാപമോക്ഷം, പൂന്തേനരുവി, അവകാശം, അഗ്നിപുഷ്പം. ഇതിലൊന്നും വിഗില്ല, ഒറിജിനൽ ഹെയർ സ്റ്റൈലാണ്. പിന്നീട് നായകനായ ശേഷം വിഗ് വെക്കാതെ അഭിനയിച്ചിട്ടേ ഇല്ല. അതിൽ ജയൻ ചേട്ടന് പല ടൈപ്പ് വിഗിൽ കഴുകെന്നുള്ള പടത്തിലുള്ള വിഗാണ് ജയൻ ചേട്ടൻ ഏറ്റവും മാച്ച് ചെയ്യുന്നത്, മുടി നെറ്റിക്കെട്ടിനുള്ള. അത് ആവേശം എന്നുള്ള പടത്തിലുമുണ്ട്. ഡബിൾ റോളിൽ അഭിനയിക്കുമ്പോൾ ഒരു ജയൻ്റെ ഹെയർ സ്റ്റൈൽ അങ്ങനെയുള്ളതാണ്. പിന്നീട് വേറൊരു വിഗുണ്ട്, അവനോ അതോ അവളോ എന്നുള്ള പടത്തിൽ അഭിനയിച്ച്. ആ വിഗ് അത്ര പോരാ. അങ്ങനെ ഇരിക്കുകയെന്ന് യേശുദാസ്, ആ കാലത്ത് യേശുദാസ് അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോകാറുണ്ട്. മലയാള സിനിമയിൽ അക്കാലത്ത് അമേരിക്കയിൽ പോകുന്ന ഏക വ്യക്തി യേശുദാസാണ് ഈ ഫീൽഡിൽ. ബാക്കിയാരും അമേരിക്കയിലേക്ക് അങ്ങനെ പോകില്ല. നസീർ സാറിനൊന്നും അമേരിക്കയിൽ പോകാൻ പോയിട്ട് നസീർ സാറിന് മദ്രാസ് കേരളത്തിൽ വരാൻ തന്നെ സമയമില്ല, അത്ര തിരക്കാണ്. യേശുദാസും തിരക്ക് തന്നെയാണ്, പക്ഷെ എന്നാലും മൂപ്പർ അമേരിക്കയിൽ ഇടയ്ക്കിടയ്ക്ക് പോകും ആ കാലത്ത്. അപ്പോൾ യേശുദാസ് അമേരിക്കയിൽ പോകുന്ന സമയത്ത് ഇഷ്ടപ്പെട്ട ആൾക്കാരോടെല്ലാം ചോദിക്കും തിരിച്ചു വരുമ്പോൾ എന്താ കൊണ്ടുവരേണ്ടത്. അങ്ങനെ ജയൻ ചേട്ടനോട് ഒരു പ്രാവശ്യം ചോദിച്ചാൽ തിരിച്ചു വരുമ്പോൾ എന്താ കൊണ്ടുവരില്ല. ജയൻ ചേട്ടൻ പറയും നല്ലൊരു വിഗ് കൊണ്ടുത്തന്നെന്ന് പറയും. അങ്ങനെ യേശുദാസ് കൊടുത്ത വിഗ്ഗാണ് ജയൻ ചേട്ടൻ അവസാന കാലത്ത് ഉപയോഗിച്ചത്. കോളിളക്കത്തിലും അറിയപ്പെടാത്ത രഹസ്യത്തിലും എല്ലാം യേശുദാസ് കൊടുത്ത വിഗ്. ഇങ്ങനെ പിൽക്കാലത്ത് യേശുദാസ് രതീഷിനോടും ചോദിച്ചിട്ടുണ്ട് അമേരിക്കയിൽ പോകുന്ന സമയത്ത് എന്താ കൊണ്ടുവരേണ്ടത്. അപ്പോൾ യേശുദാസ് എല്ലാ നടന്മാരോടും ചോദിക്കും എന്താ കൊണ്ടുപോകും. ഒരാൾ ഓരോ ഇഷ്ടത്തിന് ഓരോ സാധനം പോകണമെന്ന് പറയും. രതീഷ് പറഞ്ഞത് ജയൻ ചേട്ടന് കൊടുത്ത പോലത്തെ ഒരു വിഗ് എനിക്കും കൊണ്ടുവരണമെന്ന്. അങ്ങനെ യേശുദാസ് രതീഷിനൊരു വിഗ് കൊണ്ട് കൊടുത്തു. അതാണ് കോടതി എന്നുള്ള പടത്തിലെല്ലാം രതീഷ് ഉപയോഗിച്ച ആ വിഗ്. അപ്പോൾ യേശുദാസ് അത്ര കൺഫ്യൂസൊന്നുമല്ല. യേശുദാസ് പിന്നെ ഇങ്ങനെ ഗിഫ്റ്റെല്ലാം കൊടുക്കും. പക്ഷേ ജയൻ ചേട്ടന് വിഗില്ലാത്ത ജയൻ ചേട്ടനെ കാണാൻ സ്റ്റൈൽ, ഏറ്റവും സ്റ്റൈൽ സിനിമയിൽ കാണുന്ന ജയൻ ചേട്ടനെ കാണും. നേരിട്ട് കാണുമ്പോഴും ജയൻ ചേട്ടനെ കാണാൻ സ്റ്റൈൽ ഞാൻ നേരിട്ട് കണ്ടിട്ടുണ്ട്. നല്ല എൻ്റെ ഒറിജിനൽ മുടിയിൽ നല്ല സ്റ്റൈലാണ്. ജയൻ ചേട്ടൻ്റെ ഓർമ്മക്ക് നമുക്കൊരു ഡയലോഗ് പറയാം. മിസ്റ്റർ പിള്ളൈ, എൻ്റെ ജീവിതത്തിൽ അത് മാത്രമാണ് എൻ്റെ ലക്ഷ്യം. ഓക്കെ.